നമസ്കാരം. സിനിമാ ലോകത്തെ എല്ലാവർക്കും പ്രിയപ്പെട്ട താരകുടുംബമാണ് കലാരഞ്ജിനിയുടേത്. സഹോദരമായ കൽപ്പന, ഉർവശി, കലാരഞ്ജിനിയൊക്കെയായിരുന്നു ഒരു കാലത്ത് തിളങ്ങി നിന്നിരുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ അഭിനയത്തിലേക്ക് എത്തിയതാണ് ഈ നടിമാർ. മലയാള സിനിമയ്ക്ക് ഒരിക്കലും നികത്താൻ കഴിയാത്ത ഒരു വിടവ് തന്നെയാണ് കൽപ്പനയുടേത്. കൽപ്പന അഭിനയിച്ച റോളുകളേക്കാൾ അതിശയിപ്പിക്കുന്നതായിരുന്നു ആ മരണം. ഷൂട്ടിംഗ് ആവശ്യത്തിന് വേണ്ടി ഹൈദരാബാദിൽ പോയതായിരുന്നു കൽപ്പന. അവിടെ വെച്ചാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടത്. 39 വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ 300ഓളം കഥാപാത്രങ്ങൾക്കാണ് കൽപ്പന ജീവൻ നൽകിയത്. സിനിമയിൽ വിജയം കൈവരിച്ചെങ്കിലും ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ നടിക്ക് ആയിരുന്നില്ല. മലയാളികൾക്ക് മറക്കാനാകാത്ത ഒട്ടനവധി കഥാപാത്രങ്ങൾ ചെയ്ത നടി കൽപ്പന മരിച്ചിട്ട് 9 വർഷം പിന്നിട്ടു. ഇന്നും പ്രിയ നടിയെ പ്രേക്ഷകർ മറന്നിട്ടില്ല. കരിയറിലെ ഏറ്റവും മികച്ച കാലഘട്ടത്തിലൂടെ കടന്നു പോകവെയാണ് കൽപ്പന അപ്രതീക്ഷിതമായി ലോകത്തോട് വിട പറയുന്നത്. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. മകളും അമ്മയും സഹോദരിമാരും അടങ്ങുന്നതായിരുന്നു കൽപ്പനയുടെ ലോകം. സംവിധായകൻ അനിലായിരുന്നു നടിയുടെ ഭർത്താവ്. 1998 വിവാഹിതരായ ഇരുവരും 2012 പിരിഞ്ഞു. മകൾക്ക് വേണ്ടിയായിരുന്നു പിന്നീട് കൽപ്പനയുടെ ജീവിതം. വേർപിരിഞ്ഞ ശേഷം അനിലിന്റെ ഭാഗത്തു നിന്നും കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായപ്പോൾ പോലും പരസ്യ പ്രതികരണത്തിന് കൽപ്പന തയ്യാറായില്ല. തന്റെ മകളുടെ അച്ഛനാണ് അദ്ദേഹമെന്നും കുറ്റപ്പെടുത്താനില്ലെന്നും ഒരിക്കൽ നടി വ്യക്തമാക്കുകയുമുണ്ടായി. ഇപ്പോഴത്തെ വിവാഹത്തിന് മുമ്പ് ഒരുമിച്ച് സിനിമ ചെയ്തപ്പോൾ കൽപ്പനയ്ക്കൊപ്പമുണ്ടായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് അനിൽ. സഫാരി ടിവിയിൽ സംസാരിക്കുകയാണ് സംവിധായകൻ. ഇന്ത്യക്കാരൻ മത്തായിൽ അഭിനയിച്ചുകൊണ്ടാണ് നിങ്ങളെ ഞാൻ കല്യാണം കഴിച്ചതെന്ന് കൽപ്പന എന്നോട് പറയുമായിരുന്നു. അതിനു പിന്നിൽ ഒരു കഥയുണ്ടെന്ന് അനിൽ പറയുന്നു. എറണാകുളത്തെ പള്ളിയിലെ ഒരു കല്യാണമാണ് സീൻ. സുരേഷ് ഗോപിയുടെയും ശരണയുടെയും കല്യാണ സീൻ. ഷൂട്ടിന് എല്ലാ ആർട്ടിസ്റ്റുകളുമുണ്ട്. എല്ലാവർക്കും കോസ്റ്റ്യൂം കൊടുക്കുന്നു. കൽപ്പന അഭിനയിക്കുന്ന അവരുടെ വീട്ടിലെ വേലക്കാരിയായാണ്. അവർക്ക് ചട്ടയും മുണ്ടയും കൊടുത്താൽ മതിയെന്ന് കോസ്റ്റ്യൂമർ ബാബുവിനോട് ഞാൻ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് വന്ന് കൽപ്പന സാരി ഉടുക്കാമെന്ന് പറയുന്നെന്ന് ബാബു എന്നോട് പറഞ്ഞു. അവരാണോ തീരുമാനിക്കുന്നത്? അവർ ചട്ടയും മുണ്ടും ഇട്ടാൽ മതിയെന്ന് ഞാൻ. കുറച്ചു കഴിഞ്ഞ് ലളിത ചേച്ചിയും ഉർവശിയും കൂടെ ഒരു കോംപ്രമൈസിന് വന്നു. വേലക്കാരി വീട്ടിന് പുറത്തു പോയാൽ ചട്ടയും മുണ്ടാണോ ഇടുന്നത് അനിലെ എന്ന് ലളിത ചേച്ചി ചോദിച്ചു. എന്നെ ഭരിക്കാൻ വന്നപ്പോൾ എനിക്ക് പിന്നെയും ഭയങ്കരമായി ദേഷ്യം വന്നു. അവർ ചട്ടയും മുണ്ടും തന്നെ ഇടുന്നുള്ളൂ, അതിലെന്തിനാണ് നിങ്ങൾ ഇടപെടുന്നതെന്ന് ചോദിച്ച് ബഹളമായി. കുറെ നേരത്തേക്ക് ഷൂട്ട് വൈകി. എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ കൽപ്പനയ്ക്ക് ചട്ടയും മുണ്ടും ഇടാൻ പറ്റില്ല, എന്താണ് ഒരു ആർട്ടിസ്റ്റിന് കോസ്റ്റ്യൂം ഇട്ടാൽ എന്നൊക്കെ പറഞ്ഞ് ബഹളമായി. ഇവർ കരച്ചിലായി. അങ്ങനെ കൽപ്പന ചട്ടയും മുണ്ടും ഇട്ടു. ഇവരെന്നെ ടോർച്ചർ ചെയ്ത് ചട്ടയും മുണ്ടും ഇടിയിച്ചു എന്നാണ് കൽപ്പനയുടെ പക്ഷം. അന്ന് തീരുമാനിച്ചതാണ് ഞാൻ പറയുന്ന വഴി ഇയാളെ കൊണ്ട് നടത്തിക്കുമെന്ന്. അതുകൊണ്ടാണ് കല്യാണം കഴിച്ചതെന്ന് കൽപ്പന എപ്പോഴും പറയുമായിരുന്നെന്നും അനിൽ ഓർത്തു. ശ്രീസംഖ്യ എന്നാണ് കൽപ്പനയുടെയും അനിലിന്റെയും മകളുടെ പേര്. കൽപ്പനയുടെ അമ്മയ്ക്കും സഹോദരി കലാരഞ്ജനിക്കുമൊപ്പമാണ് ശ്രീസംഖ്യ ഉള്ളത്. ചെറുപ്പം മുതലേ ശ്രീസംഖ്യയെ വളർത്തിയത് കൽപ്പനയുടെ അമ്മയാണ്. അമ്മ എന്നാണ് മുത്തശ്ശിയെ ശ്രീസംഖ്യ വിളിക്കുന്നതും. അഭിനയ രംഗത്ത് ഇതിനോടൊപ്പം ശ്രീസംഖ്യ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. ഉർവശിയുടെ മകൾ തേജലക്ഷ്മിയും അഭിനയ രംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരുക്കത്തിലാണ്. താരകുടുംബത്തിലെ പുതുതലമുറയും സിനിമയിൽ തുടക്കം കുറിക്കുമ്പോൾ പ്രേക്ഷകർക്ക് പ്രതീക്ഷകളേറെയാണ്. അതേസമയം മരിക്കുന്നതിന് മുൻപ് വിവാഹമോചിതയായിരുന്നു കൽപ്പന. ഭർത്താവായിരുന്ന അനിലുമായുണ്ടായ പ്രശ്നത്തെ തുടർന്ന് വീട് വിട്ടിറങ്ങിയ കൽപ്പന പിന്നീട് നിയമപരമായി വിവാഹമോചനം നേടുകയായിരുന്നു. കൽപ്പനയും ഭർത്താവും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി നടിയുമായി അടുത്ത ബന്ധമുള്ളവർ വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോഴത്തെ ഒരു മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ കൽപ്പനയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് അനിൽ. വീട്ടിൽ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്ന സമയമായിരുന്നു. ഒരു പെൺകുട്ടിയെ പോയി കണ്ടു. എനിക്ക് ഒട്ടും മാച്ച് അല്ലായിരുന്നു. തിരികെ സെറ്റിൽ വന്നപ്പോൾ ഇന്നലെ കണ്ടില്ലല്ലോ, എവിടെ പോയെന്ന് കൽപ്പന ചോദിച്ചു. കല്യാണം ആലോചിക്കുകയാണോ എന്ന് കൽപ്പന ചോദിച്ചു. അതേ എന്ന് ഞാൻ മറുപടി നൽകി. അടുത്ത ദിവസം കൽപ്പന കാഷ്വലായി സംസാരിക്കവേ എനിക്കും വീട്ടിൽ കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനത് കേട്ട് വിടുകയും ചെയ്തു. കൈ കഴുകാൻ ചെന്നപ്പോൾ കൽപ്പന എന്നോട് എന്നെ കല്യാണം കഴിക്കാമോ എന്ന് ചോദിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഷോക്കായിപ്പോയി. അതുവരെ ജീവിതത്തിൽ ഒരു പെണ്ണും എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടില്ല. എന്നെ ഒരു പെണ്ണും നോക്കാറില്ലായിരുന്നു. ആദ്യമായാണ് ഒരു പെണ്ണ് എന്നോട് കല്യാണം കഴിക്കാമോ എന്ന് ചോദിക്കുന്നത്. അതിൽ ഞാൻ വീണുപോയി. സഹോദരിയോട് വിളിച്ചു പറഞ്ഞു. നിനക്ക് ഇഷ്ടമാണോ എന്ന് അവൾ ചോദിച്ചു. എനിക്കതിൽ തീരുമാനം അറിയില്ലെന്ന് ഞാൻ പറഞ്ഞു. കൽപ്പന ഷൂട്ട് കഴിഞ്ഞ് വേറെ സെറ്റിലേക്ക് പോയി. ഇടയ്ക്ക് വിളിക്കും. അമ്മയോട് ചോദിക്കാൻ സഹോദരി പറഞ്ഞു. അമ്മ ഓക്കെയാണെന്ന് പറഞ്ഞു. എനിക്ക് ഓക്കെയാണെന്ന് ഞാൻ കൽപ്പനയോട് പറഞ്ഞു. വീട്ടിൽ പറയണമെന്ന് കൽപ്പന. എൻ്റെ അച്ഛൻ അവരുടെ അമ്മയെ വിളിച്ച് സംസാരിച്ചു. വളരെ പെട്ടെന്ന് കല്യാണം തീരുമാനിച്ചെന്നും അനിൽ പറഞ്ഞു. മുമ്പൊരിക്കൽ വിവാഹത്തെക്കുറിച്ച് കൽപ്പനയും സംസാരിച്ച വാക്കുകളും വൈറലായിരുന്നു. ആദ്യമായി പ്രണയിച്ചത് അനിലിനെയാണ്. അദ്ദേഹത്തെ തന്നെ കെട്ടാനും പറ്റിയെന്ന് കൽപ്പന വ്യക്തമാക്കി. ഒട്ടും സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതായിരിക്കാം ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. കാണുമ്പോൾ വ്യത്യസ്തരാണെങ്കിലും ഒരുപാട് ചേർച്ചകൾ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. ചില കാരണങ്ങളാൽ അകലുകയായിരുന്നെന്നും കൽപ്പന അന്ന് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ വർഷമായിരുന്നു അനിൽ വീണ്ടും വിവാഹിതനായത്. ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചത് അമ്മയുടെ കൂടി നിർബന്ധത്തിലായിരുന്നു. അമ്മ മരിച്ചപ്പോൾ ആരും കൂടെയില്ലെന്ന തോന്നലായി. ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടപ്പോഴാണ് വീണ്ടും വിവാഹിതനായത്. പൂർണ്ണമായും അറേഞ്ച്ഡ് വിവാഹമായിരുന്നു. അവൾ വക്കീലാണ്. ഇപ്പോൾ പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും കൊച്ചിയിലാണ് കഴിയുന്നത്. മകളും ഞാനും തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു. കൽപ്പന മരിച്ചപ്പോൾ പോലും ഞങ്ങൾ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു. എൻ്റെ കുടുംബവുമായിട്ടെല്ലാം വളരെ കണക്റ്റഡ് ആയിരുന്നു അവൾ. എന്നാൽ ഇപ്പോൾ കുറച്ചു നാളുകളായി അവളുമായി യാതൊരു ബന്ധവുമില്ല. മകളെ നേരിട്ട് കാണാൻ ഞാൻ ശ്രമിച്ചിരുന്നു. ഒരിക്കൽ സമ്മാനവുമായി അവളെ കാണാൻ പോയി. എന്നാൽ ഗേറ്റിന് പുറത്ത് ഏൽപ്പിക്കാനാണ് അവർ പറഞ്ഞത്. അതോടെ ആ പോക്കും നിന്നു.
എന്താണ് നമുക്കിടയിൽ ഉണ്ടായതെന്ന് അറിയില്ല. മകൾ ഇപ്പോൾ കൽപ്പനയുടെ അമ്മയ്ക്കൊപ്പമാണ്. നല്ല നിലയിലാണ് അവർ അവളെ നോക്കുന്നതെന്നും അനിൽ പറഞ്ഞിരുന്നു. തനിക്കും കൽപ്പനയ്ക്കും ഇടയിൽ സംഭവിച്ചത് എന്താണെന്ന് അനിൽ പറയുകയും ചെയ്തു. സാധാരണ ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ തങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ചിലർ അത് ആളിക്കത്തിച്ച് വലിയ പ്രശ്നമാക്കി മാറ്റി. എനിക്ക് കൽപ്പനയെ സംശയമാണെന്ന് വരെ ചിലർ പറഞ്ഞു പരത്തി. അവൾ വീട് വിട്ടു ഇറങ്ങിപ്പോയതാണെങ്കിലും തീർച്ചയായും തിരികെ വരുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നു. അവൾക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ കൂടെ ഉണ്ടായിരുന്നപ്പോൾ കൃത്യമായി മരുന്ന് കൊടുക്കുമായിരുന്നു. അവൾ പോകുമ്പോൾ താൻ പറഞ്ഞതും മരുന്ന് കഴിക്കണമെന്നാണ്. അവൾ വരുമെന്ന് കരുതി വീടിന്റെ വാതിൽ താൻ വൈകിയേ അടച്ചിരുന്നുള്ളൂ. മടങ്ങി വരുമെന്നായിരുന്നു പ്രതീക്ഷ. അതുണ്ടായില്ല. വീട്ടിലേക്ക് മടങ്ങി വരണമെന്ന് പറഞ്ഞാണ് കോടതിയിൽ കേസ് കൊടുത്തത്. അല്ലാതെ വിവാഹമോചനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടല്ല. അവളെ പേടിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത്. പക്ഷെ വളരെ പെട്ടെന്ന് അതൊക്കെ വഷളായി. തങ്ങളെ അകറ്റാനായി ചിലർ ശ്രമിച്ചു. കൽപ്പന ഇത്ര പെട്ടെന്ന് മരിക്കുമെന്ന് കരുതിയിരുന്നില്ല. അവളുടെ മരണം എനിക്ക് ഷോക്കായിരുന്നു. കൽപ്പന മരിക്കുന്ന സമയത്ത് താൻ മറ്റൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു. വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കിടക്കുന്ന കൽപ്പനയെ കാണാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. അവൾ മരിച്ചു കിടക്കുന്ന ഫോട്ടോ പോലും ഞാൻ കണ്ടിരുന്നില്ല. എനിക്ക് അമ്മയെ അത്തരത്തിൽ കാണാൻ സാധിക്കില്ലെന്ന് മകളെ വിളിച്ച് പറയുകയുമായിരുന്നു. മകളും ഞാനും തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു. കൽപ്പന മരിച്ചപ്പോൾ പോലും ഞങ്ങൾ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു. ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടപ്പോഴാണ് വീണ്ടും വിവാഹിതനായത്. പൂർണ്ണമായും അറേഞ്ച്ഡ് വിവാഹമായിരുന്നു. അവൾ വക്കീലാണ്. ഇപ്പോൾ പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും കൊച്ചിയിലാണ് കഴിയുന്നത്. മകൾ തെറ്റിദ്ധാരണ മാറി എൻ്റെ അടുത്തേക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇല്ലെങ്കിൽ എൻ്റെ ഒരു ആവശ്യത്തിന് ഞാൻ അവളെ തേടി പോകുമെന്നും അനിൽ പറഞ്ഞു.